ഇപ്പൊ ടോട്ടൽ എത്ര ഉണ്ട് ബാങ്കില് സേവിങ്? 25 ലക്ഷം. 25 ലക്ഷം. എന്റെ മോനെ നമുക്ക് പോലും അത്ര ഉണ്ടാവൂല കേട്ടോ. ഹലോ ഫാമിലി, നമ്മളിപ്പോൾ കൊൽക്കത്തയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ട്രെയിനിൽ എനിക്ക് കമ്പനി കിട്ടിയത് ബംഗാളിൽ നിന്നുള്ള ചേട്ടന്മാരാണ്. സോ ഇവരെങ്ങനെയാണ് പൈസയൊക്കെ സേവ് ചെയ്ത് നമ്മുടെ നാട്ടിൽ വന്ന് ഒരുപാട് പൈസ സമ്പാദിക്കുന്നതൊക്കെയുള്ള രഹസ്യം ഇവരെ നമുക്ക് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഗൈസ് മുഴുവൻ വീഡിയോയിലേക്ക് പോവാം. ഇവിടെ നല്ല ആംഗിളാ. ഇവിടെ ഇരുന്നു. നല്ല ഗുഡ് ആംഗിൾ. ഇവരുടെ അടുത്ത് കമ്പനി അടിക്കാൻ നല്ല രസം കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ എങ്ങനെയാണ് സേഫ് ആയിട്ട് അവിടെ യാത്ര ചെയ്യേണ്ടതെന്നൊക്കെ ചേട്ടൻ പറഞ്ഞു. Any help in Kolkata situation, go to traffic police. আমার কাছে আইরম ഒരു തൊലി മാറ്റി আপনার হ্যাটান করা എത്ര കൊല്ലേ കേരളത്തില്? കേരളത്തില് 9 കൊല്ലമായി. 9 കൊല്ലമായി ഇവിടെ. എന്റെ അമ്മ എന്ത് സൂപ്പറായിട്ടാ മലയാളം പറയുന്നേ. സൂപ്പറാ മലയാളം കേട്ടോ. സൂപ്പർ അത്ര അറിയില്ല, കുറച്ച് അറിയോ. കുറച്ചറിയാം. എനിക്ക് ഹിന്ദി പഠിക്കണം എന്നുണ്ട്. കുറച്ച് ഹിന്ദി അറിയാം. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഫറൂഖ് നിങ്ങളുടെ മലയാളം കൊള്ളാം, അത്യാവശ്യം നല്ല രീതിയിൽ പറയുന്നുണ്ട്. നാട്ടിലെവിടെയായിരുന്നു? ഇവിടെ നാട്ടില് നമ്മുടെ കേരളത്തിലെവിടാ? തലശ്ശേരി. ഓ തലശ്ശേരി ഇഷ്ടപ്പെട്ട ഫുഡ് എന്താ? ബിരിയാണി, ചോർ ബിരിയാണി. കൊൽക്കത്തയിൽ എന്താ നല്ല ഭക്ഷണമുള്ള? കൊൽക്കത്ത നമ്മളെ ഫുഡ് നല്ല ചോറ്. എവിടെ പൈസ കൂടുതൽ എവിടെയാ? കൊൽക്കത്തയിലാണോ കേരളത്തില്? തലശ്ശേരിയാണോ? കാശ് ജാസ്തി എവിടെയാ? കൽക്കട്ട ജാസ്തി. എത്ര? എവിടെ കുറവാ. ഇവിടെ സാദാ ചോർ. എവിടെ അരപത്. എവിടെ? കേരള തലശ്ശേരി. അവിടെ 50 ആവും. ഭക്ഷണ കാര്യത്തിൽ ഇവരുടെ താല്പര്യം പറയാതിരിക്കാൻ വയ്യ. എല്ലാ സ്റ്റോപ്പിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ മേടിക്കും. പഴമൊക്കെ മേടിച്ച് എന്നോടൊക്കെ ചോദിച്ചോട്ടോ വേണോന്ന്. ഇതൊക്കെ നല്ല സ്നേഹമുള്ള ആൾക്കാരാട്ടോ. എങ്ങനെയുണ്ട്? സേവിങ്സ് ഒക്കെ കിട്ടുന്നുണ്ടോ കേരളത്തിൽ ജോലി ചെയ്യുമ്പോ? സേവിങ്സ് ക്യാഷ് ഒരു മാസം എത്ര കിട്ടും? ഒരു മാസം 25,000. 25,000 രൂപ. 25 സേവിങ്. ഒരു കൊല്ലോ? ഒരു കൊല്ലായി 2 লাখ হয় না? നമ്മള് വിചാരിക്കുന്നൊന്നുമല്ല. നമ്മളെക്കാളും സേവിങ്സ് ഇവരുടെ അടുത്തുണ്ടാവും. 2.5 ലക്ഷം വെച്ചേ. ഒരു 2 ലക്ഷം. 2 ലക്ഷം പറഞ്ഞത് ഇഷ്ടപ്പെട്ടു. 2.5 ലക്ഷം ഒരു കൊല്ലം. മുമ്പടാ. ഇപ്പൊ ടോട്ടൽ എത്ര ഉണ്ട് ബാങ്കില് സേവിങ്? 25 ലക്ഷം. 25 ലക്ഷം. എന്റെ മോനെ നമുക്ക് പോലും അത്ര ഉണ്ടാവൂല കേട്ടോ. കൊറേ ദിവസം ഇവിടെ നിക്കില്ല. എവിടെ പണി അടിച്ച് 20 കൊല്ലമായിട്ട് 10 കൊല്ലം പണി അടിച്ചില്ല ഇവിടെ. 10 കൊല്ലത്തെ സേവിങ്. നിങ്ങക്ക് ആപ്പാട് ഇവിടെ ചെലവ് വരുന്നത് എന്താ? പൈസ കിട്ടൂലേ? ഇവിടെ എന്തിലാ ഏറ്റവും കൂടുതൽ നിങ്ങൾ ചെലവാക്കുന്നത്? ആയിക്കോട്ടെ. ഒരു ദിവസം 500. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞതേ, ഒരു ദിവസം ഇത്രയും പൈസ കിട്ടും. അപ്പൊ നിങ്ങൾ അത് എന്തൊക്കെ കാര്യങ്ങൾക്ക് ചെലവാക്കും? അത്രേ ഉള്ളൂ. ചെലവാ 100 ദിവസം. 100-150. റൂം വാടക ഡെയിലി 50. ഓ 150. എന്റെ മോനെ. ഭക്ഷണോ? ഭക്ഷണ ചോർ അതിന് പൈസ കൊടുക്കണ്ടേ? മോലാളി വീട് പണിതിട്ടുണ്ടോ? വീട് സ്വന്തം വീടുണ്ടോ? സ്വന്തം. গ্রামের নাম বারোমাসিয়া. ഓക്കെ. എന്നിട്ട് എന്താ പ്ലാൻ? എന്താ 25 ലക്ഷം കൊണ്ട്? പിന്നെ വീട് പണിയാണോ? സാല റെഡി ആക്കൂ.
വേറെ സ്ഥല വീട് വെക്കാൻ. എടുക്കുവാ. എന്നിട്ട് എടുത്ത് കേരളത്തിലെ പണി നിർത്തുവോ? കേരള കേരളത്തിലെ ജോലി നിർത്തുവോ? ഇല്ല. എപ്പോ വരും പോയിട്ട്? 2 മാസം കഴിഞ്ഞിട്ട് വരൂ. 2 മാസം കഴിഞ്ഞിട്ട് വരൂ. 2 മാസം. അപ്പൊ 2 മാസം എന്നാ പരിപാടി? അവിടെ കുറച്ച് പണിയുണ്ട്, കൃഷിപ്പണിയുണ്ട് നാട്ടിലെ. കൃഷിപ്പണി? കൃഷിപ്പണി കഴിഞ്ഞിട്ട് വരും ഇവിടെ. എന്താ പണി? കൃഷിപ്പണി. എന്ത് കൃഷി? കൃഷി അരിക്കൃഷി. കൊൽക്കത്ത എത്താറായപ്പോ പുതിയൊരു ഭക്ഷണം നമ്മൾ പരിചയപ്പെട്ടു. ഇവരതൊക്കെ എന്താന്നൊക്കെ എനിക്ക് പരിചയപ്പെടുത്തി എനിക്ക് മേടിച്ചു തന്നു കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞ് നിൽക്കുമ്പോൾ മുട്ടുവേനയ്ക്ക് തൈലമായിട്ട് വേറൊരു ചേട്ടനും വന്നു. যে কোনো পুরাতন ব্যথা যন্ত্রণা, ব্যথায় গ্যারান্টি পায়, রাতে শোবার আগে একবার লাগাবে। আর যদি ব্যথা খুব পুরাতন হয় তেলটা মালিশ করে একটু আকন্দ পাতা গরম করে সেঁকে ব্যথাটা একদম ক্লিয়ার হয়ে যায়। সেটা হলো না তাহলে না। അപ്പോൾ ഗൈസ്, ഈ യാത്രയ്ക്ക് ശേഷം ഒരു കാര്യം എനിക്ക് മനസ്സിലായി. വേണമെന്ന് വിചാരിച്ച കേരളത്തിൽ നിന്നുകൊണ്ട് തന്നെ നല്ലൊരു സേവിങ്സ് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഗൈസ്, ശലോം.